ശരി, എന്നാ പിന്നെ നമുക്ക് അവിടെ കാണാം. ശരി. ഞാനൊന്ന് ഉറക്കെ ചിരിച്ചോട്ടെ രാമേട്ട. വളരെ കേൾക്കുമ്പോഴേ കേൾക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഒന്ന് ചിരിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ദുർലഭങ്ങളാണ്. എന്റെ രാമുവേട്ടൻ അടുത്തുള്ളപ്പോൾ മാത്രം. അതുകൊണ്ട് എല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുമ്പോൾ ചിരി അടക്കാൻ ഞാൻ ഒരുക്കമല്ല. നിനക്ക് ഈ ഭ്രാന്ത് എനിക്ക് ഇഷ്ടമാണ്. ഈ ഭ്രാന്ത് ഒരിക്കലും മാറാതിരുന്നെങ്കിൽ. നിന്റെ അച്ഛൻ അറിയുമ്പോ ഈ ഭ്രാന്ത് ചികിത്സിപ്പിക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ മാറില്ല, മാറ്റാൻ സാധിക്കില്ല. ഞാൻ എന്റെ രാമുവേട്ടന്റെ ആണ്. ഇപ്പൊ വിളിക്കൂ, ഞാൻ കൂടെ വരാം. വരട്ടെ. എന്തോ നീ പറഞ്ഞ നേരാണ്. അതെ ചേട്ടാ, എന്താ സംശയം? എന്റെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. നീ എന്റേതാ, ഞാൻ നിന്റേത്. ഒരു ദിവസം ഞാൻ വന്ന് നിന്നെ വിളിച്ചു. അധികം വൈകാൻ. അന്ന് ഞാൻ കൂടെ വരും. എന്റെ പെണ്ണെ. എന്തോ ഇവന്റെ പഠിത്ത ചെലവ് കാരണം കഴിഞ്ഞ മാസം രൂപ തികഞ്ഞില്ല. പള്ളിക്കൂടത്തിൽ നിന്ന് ഇവരെല്ലാം ഏതോ സ്ഥലം കാണാനെല്ലാം പോയി. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കാൻ പാടില്ല. അദ്ദേഹം ഇവിടെ ഇല്ലേ? അദ്ദേഹം ഒന്നും ഇവിടെ ഇല്ല. എന്താ? എന്റെ ഭർത്താവ് പട്ടാളത്തിലാ. അയ്യോ, മരിച്ചു പോയിരിക്കും. ഇത്ര ചെറുപ്പത്തിലേ വിധവയായിപ്പോലെ. അതല്ല, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ, എന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഒന്നിലധികം ഭാര്യമാരുമായി ഇടപഴകാനുള്ള ആരോഗ്യവും എനിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും സഹായത്തിന് ആരുമില്ലെന്നും കാണിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വിടും. ഇത്രേ ഉള്ളോ? അത് ഞാനേറ്റു. പിന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു കൈക്കൂലിപ്പാവിയാ. എന്നാ നിങ്ങൾ കൊടുത്തോട്ട് വാങ്ങിക്കത്തൂല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരണം. വഴി ഞാൻ ഉണ്ടാക്കാമെന്ന്. ഉള്ളത് എന്റെ തന്നെ വെച്ച് പോ. നാളത്തേക്ക് ശരിയാക്കാനില്ല. 25 രൂപയേ ഉള്ളൂ. നാളെ ഞാൻ വരും. ഞാൻ ഏറ്റവും പൊയ്ക്കോ. നാളെ എന്നോട്ടൊക്കെ വരണ്ട. ആ, വെട്ട് കുറെ കണ്ടവനാ ചാത്ത. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്റെ മതിലിതിലെ പോകും. എന്റെ കുടിയിനകത്തൂടെ കൊല്ലങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്. നിങ്ങൾ ഇത് പൊളിച്ചു കളഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോകും? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പൊളിച്ച് ഇവിടെ മതിൽ വെട്ടു. എന്നാൽ അതൊന്ന് കാണാമല്ലോ. അതിപ്പോ കാണിച്ചു തരാം. പൊളിച്ച് കളയണ അവിടുന്ന് ആ പട്ടാളക്കാരും ചട്ടമ്പികളും ചേർന്ന് ഞങ്ങളെ കുടിലെല്ലാം പൊളിച്ചു. എന്റെ പുലേനെ അടിച്ച് താഴെ ഇട്ടു. ഓടി വന്ന് രക്ഷിക്കണം നമ്പുരാനെ.
സാരമില്ല ചാത്ത. ഈ നാട്ടില് ഞങ്ങളൊക്കെ ഉണ്ട്. ചാത്തന്റെ കുടിൽ കെട്ടി തരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ ഇപ്പോ വരും. വാ വാ. ഈ ഓല മുഴുവനെ ഞാൻ മെടഞ്ഞു വെച്ചിരിക്കുന്ന നിനക്കെടുത്തോണ്ട് പോകാനുള്ള. എന്റെ അച്ഛനല്ല കണ്ടവന്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? നിനക്ക് നാട് നന്നാക്കാനല്ലേ നേരമുള്ളൂ, വീട് നന്നാക്കാൻ നേരമില്ലല്ലോ. ഈ വീട് നന്നാക്കാൻ അമ്മാവൻ മതി, ഞങ്ങളാരും ആവശ്യം. വെള്ളാരണി പരവും കായംകുളം കൊച്ചുണ്ണി എടുത്തോണ്ട് പോ. മോനെ അച്ഛൻ കൂടെ വരണോടാ. വേണ്ടച്ചോ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്തോ നടിനി ചിരിക്കുന്നു? അല്ല, ചെറുപ്പക്കാര് പിള്ളേര് പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്നാ കാര്യം?